നിയമം ഒരു ചെലന്തി വലയാണ്. അതിലെ വലിയ ചെലന്തികൾ രക്ഷപ്പെടുകയും ചെറിയ പ്രാണികൾ കുടുങ്ങുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രശസ്തമായ, നമ്മളെപ്പോഴും ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ബൽസാക്കിൻ്റെത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം. എല്ലാ സൗഭാഗ്യങ്ങളുടെയും പിന്നിൽ ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് അതൊരു പ്രകൃതി സത്യമാണ്. ഇന്നലെ ആ കേസിൽ നിന്നും അദ്ദേഹത്തെ വെറുതെ വിട്ടത് സാങ്കേതികപരമാവാം, നിയമപരമാവാം, നമ്മളാരും ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗ്യത്തിൻ്റെ എലമെൻ്റ് കൂടിയുണ്ട്. ആ ഭാഗ്യം ഒരു ക്രിമിനൽ പ്ലാനിങ്ങിലൂടെ നടത്തിയെടുത്തതാണോ എന്നത് സംശയിക്കാനുള്ള ഒരവകാശം ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു കേരളീയനുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം നിഷ്പക്ഷമായ ഒരു വിചാരണ ആ കോടതിയിൽ നടന്നോ? ഇന്നലെ മറ്റൊരു ചാനലിൽ ഞാനത് പറയുകയുണ്ടായി. നിഷ്പക്ഷമായ ഒരു വിചാരണ നടപടികൾ ആ കോടതിയിൽ ഈ കേസിൽ നടന്നോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ആ തെളിവുകൾ കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കുവാനുള്ള അനുവാദം പ്രോസിക്യൂട്ടർമാർക്ക് കിട്ടിയോ? അതിന് ഏറ്റവും വലിയ ഒരു സംശയം എനിക്ക് തോന്നുന്നത്, രണ്ട് പ്രഗത്ഭരായ അഭിഭാഷകർ പ്രോസിക്യൂട്ടർ സ്ഥാനം ഉപേക്ഷിച്ചു പോയി, കംഫർട്ടബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് വളരെ സംശയത്തോടുകൂടി കാണേണ്ട ഒരു സംഗതിയാണ്. കാരണം വളരെ പരിചയസമ്പന്നരായ കൃതഹസ്തരായ പ്രോസിക്യൂട്ടർമാർ. മറ്റൊന്ന് ബൈജു സൂചിപ്പിച്ചത് മാതിരി ഈ കേസിൻ്റെ ആദ്യ ഘട്ടത്തിലും പിന്നീട് എറണാകുളം സെഷൻസ് കോർട്ടിൽ ഇരിക്കുന്ന ഘട്ടത്തിലും ഈ മെമ്മറി കാർഡിൽ വന്ന ഓൾട്ടറേഷൻസ്, അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയ 3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളം മുഴുവൻ അറിയുന്ന കാര്യമാണ്, ചർച്ചയായ കാര്യമാണ്, പരാതിയുള്ള കാര്യമാണ്. ഹൈക്കോടതിയിൽ ഇപ്പോഴും ആ പരാതി കിടക്കുന്നതാണ് മനസ്സിലാക്കിയത്. അത്ര നിസ്സാരമായിട്ടാണോ ആ ട്രയലിനെ നമ്മുടെ ജുഡീഷ്യറി വീക്ഷിച്ചത് എന്നുള്ളത് അത്യന്തം ആശങ്കാകുലമായ ഒരു കാര്യമാണ്. ഈയിടെ അനുബന്ധമായി മറ്റൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിച്ചത് ഒരു സംഭവമാണല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്നൊരു കുട്ടി കൊല്ലപ്പെട്ടത്. ആ കുട്ടിയുടെ കൊലപാതകം സംബന്ധിച്ച ഫയൽ കോടതിയിൽ കാണാനില്ല എന്നൊരു വാർത്ത ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ശ്രദ്ധിച്ച. ദ ഫയൽ എൻ്റയർ ഫയൽ ഇറ്റ്സെൽഫ് ഈസ് മിസ്സിംഗ്. ഇനി അത് തിരിച്ചു കിട്ടിയോ, അത് റീക്രിയേറ്റ് കിട്ടിയോ, അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ എന്താകും എന്നൊക്കെ നാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ആ കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ പ്രമാദമായ കേസുകളിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമേഷ് ബാബു പറഞ്ഞ പോലെ ഒരു മരിച്ച പറമ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം എല്ലാവർക്കും ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നിയമവും നിയമ നടപടികളും അത് നീതിപൂർവം എത്തുന്ന ഒരു കൺക്ലൂഷനുമാണ്, ഒരു ജഡ്ജ്മെൻ്റാണ്. അത് ആ യാത്ര നീതിപൂർവമല്ല എങ്കിൽ സാക്ഷികളെ കൂറുമാർച്ചതിനെ കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ പറയുകയുണ്ടായി. ഉമേഷ് ബാബു പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ഈ സമൂഹമാണ് ഈ സിനിമക്കാരെ പോറ്റുന്നത്. സമൂഹമാണ് ഇന്നലെ വരെ റോഡിൽ കൂടെ നടന്ന ഒരുത്തനെ പിടിച്ച് സൂപ്പർ സ്റ്റാർ ആക്കുന്നത്. സമൂഹമാണ് ഒന്നുമില്ലാതിരുന്ന ഒരാളെ പിടിച്ച് മികച്ച സംവിധായകനാക്കുന്നത്. ഇവിടെ അധ്വാനിക്കുന്നവൻ തിയേറ്ററിൽ കൊടുക്കുന്ന പണമാണ് ഇവരെയൊക്കെ തടിച്ചു കൊഴുപ്പിക്കുന്നത്. അവര് ഒരു നീതിന്യായ വ്യവസ്ഥയിൽ സാക്ഷികളെ കൂറുമാറിക്കുകയും അങ്ങനെ സമൂഹത്തെ മുഴുവൻ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അവഹേളനമാണ്. അതാണ് എന്നെ കൂടുതൽ ഇവിടെ അങ്കലാപ്പിലാക്കുന്നത്, എന്നെ കൂടുതൽ വ്യസനിപ്പിക്കുന്നത്. നിഷ്പക്ഷമായ ഒരു ട്രയൽ ആ കോടതിയിൽ നടന്നോ എന്നുള്ളത് ജുഡീഷ്യറി തന്നെ ചർച്ച ചെയ്യുന്നു, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ ആശങ്കാഭരിതമാണ്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളിപ്പം ഈ കുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് കിട്ടാവുന്ന ഏറ്റവും വലിയ ദ്രോഹം ആ കുട്ടി ഏറ്റുവാങ്ങുന്നു എന്ന് പറയുന്നതിന് മുമ്പ് അവർക്കൊരു വ്യക്തിത്വമില്ലേ? നമുക്കറിയുന്ന പോലെ ഒരു വ്യക്തിക്ക് 3 ജീവിതങ്ങളാണുള്ളത്. ഒന്ന് അയാളുടെ പ്രൈവറ്റ് ലൈഫ്, 2 അയാളുടെ പേഴ്സണൽ ലൈഫ്, 3 സോഷ്യൽ ലൈഫ്. പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്വത്വമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരമാണ്, ആ വ്യക്തിയുടെ ജീവിതമാണ്, സ്വന്തമാണ്, സ്വപ്നമാണ്, ലോകമാണ്. സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾക്ക് ബന്ധുക്കൾ ഉൾപ്പെടുന്ന അവരുടെ സർക്കിളാണ്. പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പണായ ഒരു സംഗതിയാണ്. ഈ 3 ജീവിതത്തെയും തകർത്ത് കളയുന്ന ഒരു ആക്ടിന് വിധേയയായ ഒരു യുവതിയുടെ ജീവിതത്തെ ജുഡീഷ്യറിയും ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനങ്ങളും സമൂഹവും തന്നെ ഇത്ര നിസ്സംഗതയോടെ നോക്കിക്കാണുന്നു എന്ന് പറയുന്നത് അത്യന്തം ആശങ്കാകുലമായ ഒരു കാര്യമാണ്. മറ്റൊന്നുകൂടി പറയട്ടെ. ഈ ആഘോഷം നമ്മുടെ ഈ ഇൻട്രോയിൽ തന്നെ തുടങ്ങിയത് തിരിച്ചിറങ്ങി വന്നപ്പോൾ കിട്ടിയ സ്വീകരണത്തെ സംബന്ധിച്ചാണ്. സമൂഹത്തോട് ഏറ്റവും കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് നമുക്കറിയാം. ഒരു 3-4 തലമുറയായി സമൂഹം ഏറ്റവും അധികം ഇടപെടുന്ന സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന കലാരൂപം സിനിമയാണ്. ഒരു സംശയവുമില്ല. സിനിമയ്ക്കുള്ള സ്വാധീനം മറ്റൊരു കലാരൂപത്തിനുമില്ല. അതുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ആളുകൾ സൂപ്പർ സ്റ്റാറായി മാറുകയും വലിയ സൂപ്പർ സംവിധായകരായി മാറുകയും ചെയ്യുന്നത്. ഒരു സംശയവുമില്ല. ഇവരെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ക്രിമിനൽ സ്വഭാവമുള്ള
ഈ ഫാൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ 2 or 3 സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടപ്പൻ എന്ന് പറയുന്ന നടനാന്ന് വിചാരിച്ചോ, പിന്നെ അവൻ കുട്ടപ്പൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കിയാണ്. ആരുടെ വെൽഫെയർ? ഏത് വെൽഫെയർ? ഏത് സിനിമാക്കാരൻ്റെ ഫാൻസ് അസോസിയേഷൻ കൊണ്ടാണ് കേരള പുസ്തകത്തിൽ വല്ല വെൽഫെയറും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇവൻ്റെ വെൽഫെയർ എന്തുവാ? മറ്റവൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് കൂക്കി തോപ്പിക്കുക, അല്ലെങ്കിൽ അവരെ അവമാനിക്കുക, അല്ലെങ്കിൽ ആക്കിയിട്ട് വില വെക്കുക. ഈ കൊട്ടേഷൻ പണിയെടുക്കുന്ന ആളുകളെ പിടിച്ചിട്ട് ഫാൻസ് ആൻഡ് വെൽഫെയർ, ദയവേത് സിനിമ നടന്മാരോടോ സംവിധാനോടോ പറഞ്ഞു, നിങ്ങൾ ഈ ദയവേത് ഈ ഫാൻസ് വെച്ചോളൂ, ഈ വെൽഫെയർ അങ്ങ് മാറ്റി വെക്ക്. ആരുടെ വെൽഫെയറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ കുട്ടപ്പൻ വെൽഫെയറോ രമേശൻ വെൽഫെയറോ? ഞാൻ യഥാർത്ഥ നടന്മാരുടെ പേര് മാറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത്ര വ്യാജമായ ഒരു വ്യക്തി പ്രചരണം നടത്തുന്ന ഒരു സമൂഹമായിട്ട് സിനിമാക്കാർ മാറുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് കേട്ടോ. അല്പം മുമ്പ് പറഞ്ഞ മാതിരി ഇവരെയൊക്കെ ബൈജു പറഞ്ഞൊരു പ്രധാന സംഗതി ഉണ്ട്, ഇവരുടെയൊക്കെ പിന്നിലൊരു സംഘവും കൂടി അങ്ങ് ചേരുകയാണ്. ഇവരൊക്കെ ഈ പൊതുസമൂഹം എന്താതൊന്നും കാണുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? പൊതുസമൂഹം ഇതൊക്കെ വളരെ നിരീക്ഷിക്കുന്നുണ്ടെന്നേ. ഇതൊക്കെ പർച്ചേസ് ചെയ്യപ്പെട്ടതാണോ, സ്വാധീനം ചെയ്യപ്പെട്ടതാണോ, സാക്ഷികളെ വിലക്കെടുത്തതാണോ, ഫെയർ ട്രയൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ എല്ലാ വ്യക്തികൾക്കും മൗനമായി നിൽക്കുന്ന ഒരു മഹാസമൂഹത്തിൽ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ നിലവിളിക്കുന്ന, ഈ നിശബ്ദത വേദിക്കുന്ന, വലിയ പ്രചണ്ഡഘോഷം നടത്തുന്ന കുറേ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചു വിട്ടാലൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം അങ്ങനെയൊന്നും വിഡ്ഢികളൊന്നുമല്ല. പക്ഷെ വൈകാരികമായി കേരളം ഒരു ശവപ്പറമ്പായി മാറാനുള്ള മാറാം ഇത്തരം പ്രവൃത്തികളും ഇതിൻ്റെ വിധികളും ഒക്കെ തന്നെ. കാരണം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, ഇവരൊക്കെ ഇങ്ങനെ ചെയ്താൽ തന്നെ സേഫായിട്ട് ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ ഒക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളൊരു സന്ദേശം വരും തലമുറയ്ക്ക് ഇത് കൈമാറുന്നില്ലേ? ഈ കൈമാറാതെ നോക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കല്ലേ, ഗവൺമെൻറ്റിനല്ലേ? അരക്ഷിതാവസ്ഥ, സംസ്കാര ശൂന്യത എന്ന് പറയുന്ന ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. ക്രിമിനലൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. ഈ ക്രിമിനലൈസേഷൻ്റെ ഒരു ഭയങ്കരമായ മഹത്വവൽക്കരണം നടക്കുകയാണ്. അത് പെയ്ഡാണ്, ദാറ്റ് ഈസ് ബീങ് പെയ്ഡ്. അല്ലാതെ പണം കിട്ടാതെ ആരെങ്കിലും ഇത്തരം ക്രൈമിൻ്റെയും ഇത്തരം അനാരോഗ്യകരമായ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പിന്നാലെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് പണവും മറ്റു സൗകര്യങ്ങളും കിട്ടിയിട്ട് ഒരു വ്യക്തിയും ഏതാനും വ്യക്തികളും ചേർന്നുണ്ടാക്കുന്ന ഒരു താൽക്കാലികമായ ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ കേരളത്തെ മുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ വീണു പോവുകയാണ് രാഷ്ട്രീയക്കാരടക്കമുള്ള ആളുകൾ. അതായത് പണവും നുണയും ഒരു നീതിശാസ്ത്രത്തിന് മേലെയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു ദിവസമായിരുന്നു മിനിയാന്ന്. കാര്യം മാത്രം വിനു, ഇതിനകത്ത് ആരെന്ത് പോലീസിനെതിരെ എന്ത് കേസിന് പോയാലും ഈ സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിച്ച പോലീസുകാര് അതിന്റെ എടുക്കാവുന്നതിന്റെ മാക്സിമം തെളിവുകൾ എടുത്തിട്ടുണ്ട്, അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അതിന് ഇനിയും പോരാട്ടം ഉണ്ടാകും. ആ പോരാട്ടം ഹൈക്കോടതിയിലേക്ക് പോകും. അതിനു മുകളിൽ സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ തീർച്ചയായും സുപ്രീം കോടതി വരെയെങ്കിലും ഈ പോരാട്ടം നടന്നിരിക്കും. ഇത് ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, ഇങ്ങനെ കൊട്ടേഷൻ ബലാത്സംഗത്തിന് ഇരയാകുന്നവരും അതേപോലെ റേപ്പിസ്റ്റുകളാകുന്ന ആൾക്കാർക്കെതിരെയുള്ളതും ഒക്കെയുള്ള ഒരു വിധിയായി അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുവരണം, തീർച്ചയായും കൊണ്ടുവരണം. ആർക്കും ആരുടെയും ഭാഗത്തൊരു വശംവദരായിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വിധി. എന്ന് മാത്രമല്ല, ശ്രീ ബൈജു പറഞ്ഞതനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന പല തെളിവുകളും ഇനി പുറത്തു വരുമെന്നാണ്. ശ്രീ ഉമേഷ് ബാബു, ഒരു തിരിച്ചുവരവിന് ദിലീപ് ഒരുങ്ങുന്നുണ്ട്, പരിസരം ഒരുക്കി സിനിമാ സംഘടനകൾ മാത്രമല്ല നേതാക്കളുമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എനിക്ക് തോന്നുന്നില്ല. കാരണം അയാളുടെയും അയാളുടെ കൂട്ടാളികളുടെയും ഇപ്പോഴത്തെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഇന്നലെ കോടതിക്ക് പുറത്ത് അയാൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ മലയാളിയുടെ ഒരു പൊതു മനസാക്ഷിയെ അങ്ങേയറ്റം വ്രണപ്പെടുത്തുന്ന ഒരു പണിയാണ്. കാരണം അതൊന്നും അധിക ദിവസം അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ആലുവയിലെ ഒരു സുൽത്താനായിട്ട് അയാൾ സ്വയം അവരോധിച്ചിട്ടുണ്ടാകും. കാരണം ആലുവ കേരളത്തിലെ ഒരു ചെറിയ സ്ഥലമാണ്. കേരളം എന്ന് പറയുന്നത് നമ്മളൊക്കെ താമസിക്കുന്ന വളരെ വലിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് അയാളുടെ പ്രമാണിത്തരത്തിന് കണക്ക് പറയുന്ന ഒരു ദിവസം കേരളം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലെ പെൺകുട്ടികൾക്ക് അതിനുള്ള കരുത്തുണ്ടാകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഈ പെൺകുട്ടി കാണിച്ചിട്ടുള്ള അസാമാന്യമായ ധീരതയെ ഞാൻ കാണുന്നത്. ഈ കുട്ടികളൊക്കെ ചേർന്നിട്ട് ഇയാളുടെ പ്രമാണിത്തത്തെ തോൽപ്പിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കും.